അസ്സലാമു അലൈക്കും. ഇന്ന് സ്പോക്കൺ അറബിക് എന്ന സീരീസിലെ ഒരു വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത്. അത് അറബിയിലും മലയാളത്തിലും അതിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും അത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ച് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഹിയ ഹിയ തുമസ്സിത്തു ഷാറഹ. ഹിയ തുമസ്സിത്തു ഷാറഹ. ഷീ കോംസ് ഹെർ ഹെയർ. ഹിയ എന്ന് പറഞ്ഞ ഹെയർ, അവൾ. അവൾ തുമസ്സിത്തു, അവൾ ചീകുന്നു. ഷാറഹ, അവളുടെ മുടി. അവളുടെ മുടി അവൾ ചെയ്യുന്നു. അത് ഇനി ആണാണെങ്കിൽ, മസ്കുലിൻ ജെൻഡർ ആണെങ്കിൽ ഹുവ. ഹുവ യുമസ്സിത്തു ഷാറ ഹു, അങ്ങനെയാണ് പറയാ. ഹി കോംസ് ഹിസ് ഹെയർ. അവിടെ അർത്ഥം ഇതുണ്ട്. മശത്ത ചീകി, കോംബ്ഡ്. ഷാറ് മുടി, ഹെയർ. മുസ്ത് ചീർപ്പ്. മുസ്തിന്റെ പ്ലൂറലാണ്, ബഹുവചനാണ് അംസാത്ത്, ചീർപ്പുകൾ. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിയ തുമസ്സിത്തു ഷാറഹ, പിന്നെ ഹുവ അവൻ, ഹിയ അവൾ. ഇങ്ങനെയൊക്കെയാണ്. അപ്പോ ഇത് പഠിക്കാൻ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റ്സും ഒക്കെ അറിയിക്കണം, ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ. അപ്പൊ എനിക്ക് കൂടുതൽ നന്നാക്കാൻ പറ്റും. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തത്, കാന ദാ ഫത്നത്തിൻ ഫീമാ യജ്രി അലാ യദൈഹി മിനൽ മുആലജാത്തി. കാന ദാ ഫത്നത്തിൻ. ദാ ഫത്നത്തിൻ എന്ന് പറഞ്ഞ, ഫത്നത്ത് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധി കൂർമ്മതയുള്ള ആള്. ദാ ഫത്നത്തിൻ എന്ന് പറഞ്ഞ ബുദ്ധി കൂർമ്മത ഉള്ള അവനായിരുന്നു. അദ്ദേഹം വളരെ ഉൾക്കാഴ്ചയുള്ളവനായിരുന്നു. ഫീമാ യജ്രി അലാ യദൈഹി എന്ന് പറഞ്ഞാല് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ. ഫീമാ യജ്രി അലാ യദൈഹി, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ. ഹി വാസ് ഇൻസൈറ്റ്ഫുൾ ഇൻ ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ഹി പെർഫോംഡ്. ഫീമാ യജ്രി അലാ യദൈഹി, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ. അപ്പൊ ഇവിടെ ഈ കളറ് അർത്ഥത്തില് മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലും ഒരേ കളറുള്ള വാക്കുകളാണ്. അത് വേഗം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫീമാ യജ്രി അലാ യദൈഹി, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങള്. മിനൽ മുആലജാത്തി, ചികിത്സകളിൽ. മുആലജാത്ത് എന്ന് പറഞ്ഞാല് ചികിത്സകളില്, മെഡിക്കൽ ട്രീറ്റ്മെന്റ്സില് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ അദ്ദേഹം വളരെ കുശാഗ്ര ബുദ്ധിയുള്ളവനായിരുന്നു. അദ്ദേഹം വളരെ ഇൻസൈറ്റ്ഫുൾ, ഉൾക്കാഴ്ചയുള്ളവനായിരുന്നു എന്നുള്ള അർത്ഥം. ഒരു ഡോക്ടറെ പറ്റി പറയുന്നതാണ്. ഹി വാസ് ഇൻസൈറ്റ്ഫുൾ ഇൻ ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ഹി പെർഫോംഡ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ, വകാന ദാ ഫത്നത്തിൻ ഫീമാ യജ്രി അലാ യദൈഹി മിനൽ മുആലജാത്തി. അങ്ങനെയാണ്. സാമന്നാസു അന്നഹു കാന ഫിൽ മദീനത്തി തബീബുൻ ലഹു റഫ്ഖുൻ വ ഇൽമുൻ. സാമന്നാസു, ജനങ്ങൾ അവകാശപ്പെട്ടു. ക്ലെയിംഡ്, ജനങ്ങൾ അവകാശപ്പെട്ടു. അന്നഹു, തീർച്ചയായും. കാന ഫിൽ മദീനത്തി, പട്ടണത്തിൽ ഉണ്ടായിരുന്നു. തബീബുൻ, ഒരു ഡോക്ടർ. ലഹു, അദ്ദേഹത്തിനുണ്ട്. റഫ്ഖുൻ എന്ന് പറഞ്ഞാല് ദയയുണ്ട്. വ ഇൽമുൻ, വേണ്ടത്ര വിവരമുണ്ട്. അങ്ങനെയുള്ള ഒരു ഡോക്ടർ മദീന പട്ടണത്തില് ഉണ്ടായിരുന്നു.
എന്ന്. അറിവും ദയയും ഉള്ള ഒരു ഡോക്ടർ പട്ടണത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ജനങ്ങൾ അവകാശപ്പെട്ടു. People claimed that there was a doctor in the city who has knowledge and kindness. പിന്നെ ഇന്നഹ തക്വി മലാബിസ സൗജിഹ. ഇന്നഹ തക്വി, തീർച്ചയായും അവൾ, തക്വി അയൺ ചെയ്യുന്നു, ഇസ്ത്രി ചെയ്യുന്നു, മലാബിസ സൗജിഹ അവളുടെ ഭർത്താവിന്റെ വസ്ത്രങ്ങള്. മലാബിസ് എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങള്, സൗജിഹ സൗജ് ഭർത്താവ്, ഹാ എന്ന് പറഞ്ഞ അവളുടെ. ഇന്നഹ തീർച്ചയായും അവൾ, തക്വി അയൺ ചെയ്യുന്നു, മലാബിസ സൗജിഹ അവളുടെ ഭർത്താവിന്റെ വസ്ത്രങ്ങൾ. ഇവിടെ കളറ് കൊടുത്തിട്ടില്ല, എന്നാലും ഇവിടെ ഞാൻ അർത്ഥം എഴുതിയിട്ടുണ്ട്. ഷീ എന്ന് പറഞ്ഞാല് അവൾ, ഹെർ അവളുടെ, ഹാക്ക് ഹ എന്നുള്ളതിന് ഇത് രണ്ട് നിലയ്ക്കും വരും. അപ്പൊ അത് മനസ്സിലാക്കുക. ഇന്ന എന്ന് പറഞ്ഞാൽ സർട്ടൻലി തീർച്ചയായും, തക്വി ഷീ ഈസ് അയണിങ് അവൾ തേക്കുകയാണ്, അയൺ ചെയ്യുകയാണ്, ഇസ്ത്രി ചെയ്യുകയാണ്. മലാബിസൻ വസ്ത്രങ്ങൾ, ഡ്രസ്. സൗജ് ഭർത്താവ്, ഇണ. ചിലപ്പോ സൗജ് എന്നുള്ളത് ഭാര്യയ്ക്കും പറയും, ഇണ എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോ ഇവിടെ ഭർത്താവ് എന്നുള്ള അർത്ഥമാണ്. പിന്നെ അന അതാല്ലമു ഷൈഅൻ ജദീദൻ കുല്ല യൗമിൻ. അന അതാല്ലമു ഷൈഅൻ ജദീദൻ കുല്ല യൗമിൻ. അന ഞാൻ, അതാല്ലമു ഞാൻ പഠിക്കുന്നു, ഷൈഅൻ ഒരു കാര്യം, ജദീദൻ പുതിയ ഒരു കാര്യം, കുല്ല യൗമിൻ എല്ലാ ദിവസവും, ഓരോ ദിവസവും ഞാൻ ഓരോ പുതിയ കാര്യം പഠിക്കുന്നു. അന അതാല്ലമു ഷൈഅൻ ജദീദൻ കുല്ല യൗമിൻ. I learn a new thing every day. ഞാൻ എല്ലാ ദിവസവും ഓരോ പുതിയ കാര്യം പഠിക്കുന്നു. ഇവിടെ അതാല്ലമു എന്ന് പറഞ്ഞാല് ഐ ലേൺ, ഞാൻ പഠിക്കുന്നു എന്നുള്ള അർത്ഥം. ഷൈഅൻ കാര്യം, പിന്നെ ജദീദ് പുതിയത്, ന്യൂ. കുല്ല യൗമിൻ എല്ലാ ദിവസവും. കുല്ല എന്ന് പറഞ്ഞാൽ എല്ലാം, കുല്ല് എല്ലാം, യൗമ് ദിവസം, എവരി ഡേ. അതിന്റെ പ്രൊനൗൺസിയേഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അന ഉസായിദു ഔലാദി ബി വാജിബാതിഹിമുൽ മദ്രസിയ. അന ഉസായിദു, അന എന്ന് പറഞ്ഞാല് ഞാൻ. നേരത്തെ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, വായിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അന എന്നുള്ളത് ഞാൻ കുറെ പ്രാവശ്യം ഒരു വീഡിയോയില് ഉപയോഗിച്ചിട്ടുണ്ട്. അന ഞാൻ, ഉസായിദു ഞാൻ സഹായിക്കുന്നു, ഔലാദി എന്റെ മക്കളെ, എന്റെ കുട്ടികളെ, ബിവാജിബാത്തിഹിം അവരുടെ, അൽ മദ്രസിയ സ്കൂൾ ഹോംവർക്കുകൾ ചെയ്യാൻ ഞാൻ എന്റെ കുട്ടികളെ സഹായിക്കുന്നു. സ്കൂൾ ഹോംവർക്കുകൾ, ബിവാജിബാത്തിഹിമുൽ മദ്രസിയ സ്കൂൾ ഹോംവർക്കുകൾ ചെയ്യാൻ എന്റെ കുട്ടികളെ ഞാൻ സഹായിക്കുന്നു. ഐ ഹെൽപ്പ് മൈ ചിൽഡ്രൻ വിത്ത് ദെയർ സ്കൂൾ ഹോംവർക്ക്. സ്കൂൾ ഹോംവർക്ക് ചെയ്യാൻ ഞാൻ എന്റെ കുട്ടികളെ സഹായിക്കുന്നു. ഇവിടെ അന ഞാന്, മീ, ഐ എന്നും പറയും, മീ എന്നും പറയും. ഇംഗ്ലീഷില് മീ എന്ന് പറയുന്നത് ഐ പറയുന്ന പോലെ അല്ല. ഐ സെന്റൻസിന്റെ ബിഗിനിങ്ങില് പറയുന്നതാണ്. മീ എന്നുള്ളത് ഒരു സെന്റൻസിന്റെ, ഒരു വാക്കിന്റെ അർത്ഥം. ഹി ടോൾഡ് മീ, അവൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഇവിടെ ഞാനെന്നും എന്നോട് എന്നുള്ള അർത്ഥം ഈ അനക്ക് എപ്പോഴും വരില്ല, ചില സമയത്ത് അതവിടെ മാറും.
ഹി ഹുവ ഖബറ നീ. അപ്പൊ ഈ അന എന്നുള്ള നീ എന്നായി മാറും. ഞാൻ എന്നും മീ എന്നുള്ള അർത്ഥം വരും. സായിദു ഹെൽപ്പിംഗ്, ഞാൻ സഹായിക്കുന്നു. ഔലാദി എന്റെ കുട്ടികൾ, മൈ ചിൽഡ്രൻ. മദ്രസ സ്കൂള്. വാജിബാത്ത് കടമകൾ, ഡ്യൂട്ടീസ്. വാജിബാത്തിഹിം അവരുടെ, their ഡ്യൂട്ടീസ്, their വർക്ക്. അവരുടെ വർക്കുകൾ ചെയ്യാൻ, അവരുടെ സ്കൂളിലെ വർക്കുകൾ ചെയ്യാൻ, ഇത് ഹോംവർക്ക് ചെയ്യാൻ ഞാൻ സഹായിക്കുന്നു. അപ്പോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. ശരിക്കും പഠിച്ചാല് ഈ വീഡിയോയുടെ, ഇങ്ങനത്തെ വീഡിയോകളുടെ ഉദ്ദേശം അറബി വാക്കുകൾ പഠിക്കുക, അറബി സെന്റൻസ് പഠിക്കുക. നമ്മൾ ഡേ ടു ഡേ ഡെയിലി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് നമ്മൾക്ക് അറബിയിൽ പറയാൻ നമ്മൾക്ക് പഠിക്കുക. അപ്പൊ ഗൾഫിൽ പോകുന്നവർക്കൊക്കെ അത് വളരെ ഉപകാരമാണ്. അത് തന്നെയല്ല, ഖുർആൻ ഇങ്ങനെ ഇത് കുറെ പഠിച്ചു കഴിഞ്ഞാല് ഖുർആൻ ഓതുമ്പോ അതിന്റെ അർത്ഥം നമുക്ക് ഓതുമ്പോ തന്നെ മനസ്സിലാകും. പിന്നെ ഒരു ഭാഷ എന്നുള്ള നിലയ്ക്ക് അറബിയും ഇംഗ്ലീഷും പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ട്രാൻസ്ലേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെടും. അങ്ങനെ ജോലി സാധ്യത കൂടും. അപ്പൊ എല്ലാവരും പഠിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പോരായ്മകള് കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പൊ എനിക്കത് തിരുത്താൻ പറ്റും. ചിലപ്പോ എന്റെ സംസാരം കുറച്ച് ലാഗായി പോകുന്നുണ്ടാവും. അത് ഇങ്ങനെ വീഡിയോ ചെയ്ത് ശരിയാകും ഇൻഷാ അല്ലാഹ് എന്ന് വിചാരിക്കണം. അപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.